ഞാനിപ്പോഴും നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഓർക്കുന്നത് നമ്മൾ ആദ്യം സത്യ സ്റ്റുഡിയോ അല്ലേ? കറക്റ്റ്. ജോഷിയോടാ കാഹളം അല്ല, ഓർമ്മയുണ്ടല്ലേ? അവിടെ വെച്ചാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഹസനൊക്കെ ചെയ്ത ഭീമൻ. അതിനകത്ത് ഞാനൊരു ക്യാരക്ടർ റോൾ ചെയ്തു. ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്ന ഒരു പടം. അതായത് ടൈറ്റിൽ പേരെനിക്കായിരുന്നല്ലോ, ഭീമൻ. അന്നത്തെ സൈസൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഞാനന്ന് സത്യ സ്റ്റുഡിയോയിൽ സത്യത്തിൽ വന്നത് വേറെ ചില ആവശ്യങ്ങളായിട്ട് മദ്രാസിൽ വന്നത്. അപ്പോൾ ഷൂട്ടിങ് കാണാനുള്ള ആഗ്രഹം പണ്ട് പോലെ മനസ്സിലുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ, അപ്പോൾ മിസ്റ്റർ രവീന്ദ്രൻ്റെ മറ്റേ ഏതായാലും ഒരു തമിഴ് പടം ചേരുന്നല്ലോ, വളരെ ഒരു തലൈ രാഗം രവീന്ദ്രൻ ഇവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അവിടെ നിന്ന് സത്യ സ്റ്റുഡിയോയിലാണ്. ശരി എന്നാൽ പൊയ്ക്കളെ എന്ന് പറഞ്ഞ് വേറെ. അപ്പോൾ അതിനകത്ത് കയറണമെങ്കിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോഴാണ് ഈ സംഭവം, നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, ബഹളം ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് മാൻ ഒരു മോഹൻ, കറക്റ്റ്, ദേവസ്വരുടെ. മോഹൻ വന്നെന്നെ പരിചയപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഹസനിക്ക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസനിക്ക വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ SI ആയിട്ട് സെക്യൂരിറ്റി ഓഫീസറാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, മദ്രാസിൽ വന്നപ്പോൾ ഇങ്ങനെ ഷൂട്ടിംഗ് കാണാമെന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കാനുള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞു അയ്യോ അത് മാത്രം ചോദിക്കണം, നമുക്കത് പറ്റില്ല. അതല്ല, ഏതായാലും ഇവിടെ വന്നല്ലോ, ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം പോയാൽ. അപ്പോൾ നമ്മളെ പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ അപ്പോൾ രവീന്ദ്രനെ വന്ന് പരിചയപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാനിവിടെ റൂമെടുത്ത് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു ബോട്ടിലെങ്ങാണ്ട് പോകുന്നൊരു ബാലങ്കേ നേരം ഇവിടെ എന്തോ ഒരു പരിപാടി. ഞാൻ ആകെ വിറച്ച്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമല്ലേ. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും പറ്റില്ല, നീ വന്നാൽ മതി, ഞാൻ വണ്ടി അയച്ചിരുന്നു പറഞ്ഞു. വണ്ടി വന്നു, നേരെ അവിടെ തന്നൊരു ജാക്കറ്റ് ഒക്കെ തന്നു. ഒരു ബോട്ട് ദൂരേന്ന് വരുന്നൊരു ഷോട്ടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് മുമ്പിൽ കയറി നിൽക്കാൻ പറഞ്ഞു. ബാലേട്ടനൊക്കെ ഉണ്ട്, അതിൻ്റെ മേളിൽ നിൽക്കാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. അത് നിൽക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ എന്തോ ഇവരെടുത്തു. ഇത്ര എനിക്കറിയാവുള്ള സംഭവം. അതിന് ശേഷമാണ് ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ അഭിനയിച്ച ആളാരാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഹസനൊക്കെ പിന്നെ ഭീമൻ എന്ന് പറഞ്ഞൊരു. അല്ല, അന്ന് തൊട്ട് തന്നെ ഹസനൊക്കെ നിങ്ങളുടെ കാര്യത്തിനകത്ത് എപ്പോഴും ഒരു മതിപ്പുണ്ടായിരുന്നു. പിന്നെ അത് നിങ്ങളെ വെച്ചിട്ട് ഒരു ഹീറോ ക്യാരക്ടർ ഉണ്ടാക്കണമെന്ന് പുള്ളിയുടെ ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം അത് തന്നെയല്ലേ? ഹസനക്കയുടെ ആദ്യത്തെ പടമാണ് അല്ലേ, സ്വന്തമായിട്ട് തന്നെ. അപ്പം അന്ന് തൊട്ട് തന്നെ ഹസനൊക്കെ മനസ്സിനകത്ത് ഇത് വെച്ചിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഭീമൻ നമ്മൾ രണ്ടും കൂടെ അഭിനയിച്ച പടമല്ലേ. ഭയങ്കര ഇതാണ്, കാരണം നിങ്ങൾ സീനിയർ ആർട്ടിസ്റ്റ്, ഞാൻ പുതിയതായിട്ട് വന്നു, ഞാൻ എന്താ ചെയ്യുക. നമ്മളതിനകത്തൊരു ഒരു കൊയ്ത്ത് പാട്ടൊക്കെ പാടിയിട്ടില്ല, പിന്നെ ഉമ്മാൻ്റെ അബുൻ്റെ നെയ് സൂപ്പ്. നിങ്ങൾ അന്നും നിങ്ങളൊരു പാട്ടുകാരനാണല്ലോ അല്ലേ എന്ന് ഞാൻ ആ കാര്യത്തെ പറ്റി ഓർക്കാറുണ്ട്. മലയാള സിനിമയിലെ വില്ലന്മാർ നന്നായിട്ട് പാടും, എല്ലാ ഹീറോസ് അല്ല, അതിനേക്കാൾ എല്ലാ വില്ലന്മാരും പാടും. ഒരു ചെറിയൊരു ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടാം. ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വരാൻ പോവല്ലേ ഓണം. അപ്പോൾ ആ ഓണപ്പൂവിനെ ഒന്ന് മാറി വിളിച്ചാൽ നമ്മൾ അല്ലേ? നിങ്ങളെപ്പോഴും ഇങ്ങനെ വീട്ടിലും പാടാറുണ്ടോ? വീട്ടിൽ ചിലപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാർ കളിയാക്കി പറയുന്നില്ല, കക്കൂസിൽ കയറുമ്പം പാടുക, അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പാട്ട് കാസറ്റ് വാങ്ങിച്ചിട്ട്, പണ്ടത്തെ പഴയ കാലമാണ്, ഇപ്പോൾ ഒരു 10-15-20 വർഷം മുമ്പുള്ള സംഭവമാണ്. അപ്പം ആ കാസറ്റ് വാങ്ങിച്ചാൽ 2-3 പ്രാവശ്യം ഇത് കേട്ട് അത് പഠിക്കുമായിരുന്നു. അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ നോക്കുമായിരുന്നു. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ക്ലാസിക്കിൻ്റെ ഒന്നും അറിയില്ല എനിക്ക്. അതാണ് ഏറ്റവും വലിയ രസം. എന്നിട്ടും ഈ പാട്ടിൻ്റെ ആ കേട്ട് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇത് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ എന്നെ പാടാനെന്ന് പറയുന്നത്. അപ്പം ക്ലാസിക്ക് ഇത് പഠിച്ചോ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ രസമുണ്ട്. സിന്ധു ഭൈരവിൽ ദാസേട്ടനാണല്ലോ ആ പാട്ടുകൾ മൊത്തം പാടി. അപ്പോൾ അതിനകത്തൊരു സാധനമുണ്ട്, ഈ പൂമാലൈ വാങ്ങി വന്നൊരു സാധനം. അല്ല ഒരുപാട് എല്ലാ പാട്ടുകളും നല്ലതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമല്ല, ഒരു സ്ഥലത്ത് വെച്ച് ഇതേപോലെ ഇത് പാട്ടിനെ ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരിരുന്ന സദസ്സിൽ
എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പാട്ട് പാടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ശരി പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പാട്ട് പാടി. പൂമാലൈ വാങ്ങി വന്താൽ പൂക്കളില്ലയേ, ദിനം ദിനം പൂമാലൈ വാങ്ങി വന്താൽ പൂക്കളില്ലയേ, செவியில்லை எங்கொரு விழியதற்கு, விழியில்லை எங்கொரு விளக்கெதற்கு, நாளும் நாளும் அவள் நினைவில் இவன் அழுது பூ மாலை வாங்கி வந்தார். അപ്പോൾ ഇത് പാടി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു ഇങ്ങനെ ക്ലാസ്സിക്ക് പഠിച്ചവർക്ക് മാത്രമേ ഇത് പാടാം. ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് ഇതിനെ പറ്റുമോ. അതിനകത്ത് വേറൊരു സാധനമാണ് ഇതിനകത്ത്, ഇസയ്ക്കൊരു കുയിലെன்று ആ இசைக்கொரு குயில் என்று பேரெடுத்தார், இருமலைத்தான் என்று சுரம் பிடித்தார், மனிதர்கள் இருப்பதை மறந்து விட்டார், ராகத்தின் தாளத்தை வாங்கிவிட்டார், போதையில் பாதையில் போகின்றான், தன்முகமே தான் அறிந்தார், சூடவும் தோளில்லை ஆளில்லை இவள் அன்று പോ. ഇങ്ങനെ കയറി പാടിയപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇടയ്ക്ക് കയറി നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നോ അതോ അതാ നടക്കുന്നത് ഈ പാട്ട് പാടിയ അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഈ സാധനം ഈ മറ്റേ പിന്നെ സ്വരങ്ങളുടെ സാധനമൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വീഴുന്ന കണ്ടാണ് ആൾ ചോദിച്ചു നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. ഇപ്പം രവി ചോദിച്ചുകൊണ്ട് ഞാൻ പറയണേ പാട്ടിനെ പറ്റി ഒരുപാട് ആഗ്രഹം മനസ്സിലുണ്ട്, അപ്പോഴും ഉണ്ട് ഇന്നും ഉണ്ട്. പാട്ട് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അത് പഠിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് പഠിച്ചിരിക്കും.